ബംഗ്ലാദേശിൽ ഇനി ഹിന്ദുക്കളുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? ഒരു യുവാവിനെ തല്ലിക്കൊന്ന് പച്ചയ്ക്ക് കത്തിച്ചിരിക്കുകയാണ്. അത് മുൻപ് പ്രക്ഷോഭകാലത്ത് നാം കണ്ടിരുന്നു. സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആശ്രമങ്ങൾ ആക്രമിക്കുന്നു. എന്തിനേറെ പറയുന്നു, ആ ആശ്രമങ്ങളിൽ നിൽക്കുന്ന പശുക്കളെ വരെ അടിച്ചു കൊല്ലുകയാണ്. അതിന്റെ കാരണം പോലും വ്യക്തമല്ല. അത്രയ്ക്ക് ഒരു മതം തിന്ന് ജീവിക്കുന്നവരുടെ നാടായി ബംഗ്ലാദേശ് ചുരുങ്ങിയാണ്. ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യയുടെ ബന്ധം ഏറ്റവും മോശമായ ഒരു മാസമാണ് ഡിസംബർ മാസം. ഒരുപാട് വിഷയങ്ങൾ ഈ മാസങ്ങളിലുണ്ടായി. ഇന്ത്യയുടെ ഇതുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അംബാസഡറെ വിളിച്ചു വരുത്തി അപ്രീതി അറിയിക്കുകയും ഇന്ത്യയുടെ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ വിളിച്ച് അവരെ അതിർത്തി അറിയിക്കുകയൊക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ 3 മിലിറ്ററി യൂണിറ്റുകൾ നമ്മുടെ ചിക്കൻ നെക്കിൽ ഇന്ത്യക്ക് തുടങ്ങേണ്ടി വന്നു. ഇതൊന്നും വളരെ നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളല്ല. ധാരാളമായിട്ടുള്ള ചിലവും ബാധ്യതയും ഇന്ത്യക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കാര്യം ഇതുവരെ നമ്മളതൊരു സേഫ് ബോർഡറായിട്ടാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇതിനിടയ്ക്ക് വരുന്ന ഒരു സന്തോഷ വാർത്ത, നമ്മൾ ബംഗ്ലാദേശുമായിട്ടുള്ള ഏകദേശം 93% അതിർത്തിയിലും നമ്മൾ വയർ ഫെൻസിങ് കെട്ടി അടച്ചു എന്നുള്ളതാണ്. കാര്യം നമ്മൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തി അടയ്ക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. എന്നാലും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് നമ്മൾ ബോർഡർ സീസ് ചെയ്തത്. ഇത് നമ്മൾ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ചില കാര്യങ്ങളുടെ ടൈമിങ്ങും കൂടെ നമ്മൾ നോക്കണം. ഏകദേശം കഴിഞ്ഞ ഒരു 4 മാസങ്ങളായിട്ട് ദിവസവും 300-400ഓളം പേര് ഇന്ത്യയിൽ താമസിച്ചിരുന്ന ബംഗ്ലാദേശികൾ ബംഗാളിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ SIRുമായിട്ട് ചേർത്ത് വേണം ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ വായിക്കാൻ. കാരണം ഈ SIR വന്നതിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിലും ആസാമിലും മറ്റ് സംസ്ഥാനങ്ങളിലും, പ്രധാനമായിട്ട് ഈ 2 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ സ്വദേശികളായിട്ട് താമസിക്കുന്നത്. ഇപ്പോൾ 2002 ശേഷം ഇത് സമ്മറി റിവിഷൻ വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴത്തേക്കും, സ്പെഷ്യൽ റിവിഷൻ വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴത്തേക്കും എതിർക്കുന്നത് BJP പോയിട്ട് എല്ലാ പാർട്ടികളും എതിർക്കുകയാണ്. അതിൻ്റെ അർത്ഥം മറ്റെല്ലാവരുടെയും സഹായത്തോടെയാണ് ഈ വിദേശികളെ ഇന്ത്യയിൽ താമസിക്കുന്നതെന്നായിരുന്നു. ഇന്നലെ അത് വളരെ പൊളിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, വിദേശികളെ ഇന്ത്യൻ പൗരന്മാരാക്കാൻ നിങ്ങൾ ശ്രമിക്കരുതേ എന്ന് നരേന്ദ്രമോദി വളരെ വിനയത്തോടെയാണ് എല്ലാ പാർട്ടികളോടും ആവശ്യപ്പെട്ടത്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവൃത്തി അദ്ദേഹം ശ്ലാഘിക്കുകയും ചെയ്തു. ശ്ലാഘിക്കുന്നത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഫോഴ്സിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഇതൊരു സാധാരണ ഒരു പ്രോസസ്സാണ്. 23 വർഷത്തിന് ശേഷം നമ്മുടെ ഇലക്ടറൽ റോൾ പരിശോധിക്കുകയും അത് പരിഷ്കരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ആർക്കും അതിനകത്ത് അസ്വസ്ഥത തോന്നേണ്ട കാര്യമില്ല. ശരിക്കുള്ള ആൾക്കാരാണെങ്കിൽ ഈ ആൾക്കാർ കൗണ്ടർ ഫെയ്റ്റ് ആയതുകൊണ്ടാണ് പലർക്കും, സ്റ്റാലിനും മമതയ്ക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മളെ പിണറായി വിജയന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ കാര്യം. ഇതിൽ പെട്ട കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ, കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇരട്ടിപ്പ് ചേർത്തവരുണ്ടാവാം, വിദേശികളുണ്ടാവാം. നമ്മുടെ ബംഗ്ലാദേശിലും കേരളത്തിലും പോലും ബംഗാളിലും മാത്രമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും പോലും ബംഗ്ലാദേശികൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൻ്റെ കണക്കൂട്ടൽ. അല്ല, പലയിടങ്ങളിൽ നാം വാർത്ത കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ബംഗ്ലാദേശി. അതെ, ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞ മാതിരി ഇത് വളരെ ക്രാന്തദർശിയായ, നമുക്ക് പലർക്കും ഇഷ്ടമില്ലെങ്കിൽ പോലും വളരെ ക്രാന്തദർശിയായ താക്കറെ സാഹിബ്, ബാലാസാഹിബ് താക്കറെ 80കളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 80കളിൽ, ഇപ്പോഴൊന്നുമല്ല, വളരെ കാലത്തിന് മുമ്പ്, 45 വർഷത്തിന് മുമ്പേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുസൽമാന്മാരായിട്ട് ബോംബെയിൽ വന്ന് താമസിക്കുന്ന പലരും ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഒരു തീവ്രവാദി എന്ന് കണക്കുകൂട്ടി പലരും അദ്ദേഹം അന്ന് പറഞ്ഞത് ചെവിക്കൊണ്ടിട്ടില്ല. മാത്രമല്ല, അതിനെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരികയും അത് പലരുടെയും വോട്ട് ബാങ്കായിട്ട് മാറുകയും അങ്ങനെ ഇന്ത്യയെ ബാധിച്ച ഒരു ക്യാൻസറായിട്ട് ഈ ബംഗ്ലാദേശികൾ മാറുകയാണ്. കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഭാഷ ഒന്നായതുകൊണ്ട്, ബംഗ്ലാദേശികളുടെയും ബംഗാളിൻ്റെ ആൾക്കാരുടെയും ഭാഷ ഒന്നായതുകൊണ്ട് നമുക്ക് അവരെ വേർതിരിക്കാൻ സാധിക്കത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇവർ പലരും ബന്ധുക്കളുമാണ്, പലരുടെയും മറ്റ് ബന്ധുക്കൾ ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ വേർതിരിക്കുന്ന കാര്യം ഒരു വലിയൊരു പ്രോസസ്സാണ്. കാലാകാലങ്ങളായിട്ട് ആസാമിലെ ഭരണം കോൺഗ്രസിൻ്റെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ BJPയുടെ കയ്യിലോട്ട് വരുന്നതിന് തന്നെ ഒരു കാരണം ഈ ബംഗ്ലാദേശികളെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു വന്നത്, ബംഗ്ലാദേശിൻ്റെ ആ ഷെയ്ഖ് ഹസീനയുടെ കലാപം തൊട്ട് കഴിഞ്ഞ, അതായത് 2024 ഓഗസ്റ്റ് 5 തൊട്ട്
ഒരു ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രചരണം അവിടെ നടക്കുകയാണ്. മാത്രമല്ല ഇതേ സമയത്താണ് പാകിസ്ഥാനിൽ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ പാകിസ്ഥാനിൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പട്ടാള വിപ്ലവം നടക്കുകയും അവിടെ പ്രവർത്തിച്ചിരുന്ന തീവ്രവാദ സംഘടനകളുടെ ക്യാമ്പുകൾ നമ്മൾ തകർത്തപ്പോഴത്തേക്ക് നമ്മളൊരു കാക്കയുടെ കൂട് നമ്മൾ കത്തിക്കുമ്പോഴത്തേക്ക് ആ കാക്ക വേറൊരിടത്ത് കൂട് കൂട്ടുമെന്ന് തോന്നുന്നു. ഈ കാക്കകളെല്ലാം കൂടെ ബംഗ്ലാദേശിൽ കയറി കൂട് കൂട്ടിക്കുകയാണ്. മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ അഡ്വൈസർ എന്ന് പറയുന്ന ആൾക്ക് അൽഖ്വയ്ദയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഇന്ത്യയിൽ തന്നെ ആ അൽഖ്വയ്ദയായിട്ട് ബന്ധമുള്ള ഗ്രാമീൺ മൈക്രോ ഫിനാൻസ് ഇനിഷ്യേറ്റീവിൻ്റെ ഗ്രൂപ്പുകൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്കുള്ള വിവരം. അപ്പോൾ ഈ അൽഖ്വയ്ദ വേറൊരു രൂപത്തിൽ, ഒരു നോബൽ സമ്മാന ജേതാവിൻ്റെ രൂപത്തിൽ നമ്മുടെ അയൽവക്കത്ത് വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ അജ്ഞാതർ അവിടെ കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു പാകിസ്ഥാൻ മോഡലിൽ നടത്തിയുകൊണ്ട് അത് ഇന്ത്യയുടെയും റായുടെയും ഒക്കെ തലയിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ ഈ ഫെബ്രുവരി 12 നടക്കേണ്ടിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നീളുന്നത് കൊണ്ട് ആർക്കാണ് അതിൻ്റെ ഗുണഭോക്താവ്, ആരായിരിക്കും അതിൻ്റെ ഗുണഭോക്താവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം 2024 ആഗസ്റ്റിൽ അധികാരം പിടിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും അവിടെ ഇലക്ഷൻ നടത്താൻ മുഖ്യ ഉപദേഷ്ടാവിന് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അവരുടെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികൾ, 32 വയസ്സായ ആളാണ്, വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്നു. അതുകൊണ്ട് ഇലക്ഷൻ നടത്തുന്നില്ല. അപ്പോൾ കൂടുതൽ കാലം അധികാരത്തിലിരിക്കാൻ ഈ അഡ്വൈസർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇത് അദ്ദേഹം ജനാധിപത്യത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സൈനിക ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചേട്ടൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ ഇനി എന്താണ്? ഇല്ല, അതാണ് അവർക്ക് ആ ഒരു ഹിന്ദു വിരോധം ഉണ്ടാക്കുന്നതിനും ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശികളെ നമ്മൾ തിരിച്ച് അയക്കുന്നതിനുമുള്ള ഒരു പ്രതികാരമായിട്ടാണ് അവർ ഈ ആക്ടിവിറ്റീസ് എല്ലാം നടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇതിൻ്റെ പുറകെ ഈ ലക്ഷക്കണക്കിന്, ഏകദേശം 10 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ടെന്നാണ് നമ്മൾ കണക്ക്. കാര്യം നമ്മൾ ഏകദേശം 1 കോടി ആൾക്കാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു എന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. 1 കോടി, ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെ വോട്ടർമാരുടെ ഏകദേശം പകുതിയോളം വരും. അത്രയും വലിയൊരു സംഖ്യയായിരിക്കും ചിലപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നതെന്നാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ 25 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുന്നു എന്ന് കാണിക്കുന്നു. ഇത് കുറച്ച് പേര് കമ്മ്യൂണിസ്റ്റുകാർ ചേർത്ത ഇരട്ടിപ്പായിരിക്കാം. പക്ഷേ ഈ തുടർന്ന് വന്ന കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ലല്ലോ കേരളം ഭരിക്കുന്നത്. ഈ ഭരിക്കുന്ന മറ്റ് പാർട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ബംഗ്ലാദേശികൾ അവർക്ക് അതൊരു ബാധ്യതയായിട്ട് വരികയാണ്. നമ്മൾ 10 ലക്ഷം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കാണ് ഇന്ത്യ 71 യുദ്ധം തുടങ്ങിയത്. ഇപ്പം 1 കോടി ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് മനസ്സിലാവുകയും അവർ തിരിച്ചു പോവുകയും ചെയ്യുമ്പോഴത്തേക്ക് അവരൊരു യുദ്ധത്തിന് തയ്യാറാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, നമ്മുടെ സേനയുടെ നോർത്ത് ഈസ്റ്റ് കമാൻഡ് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും കൊടുത്തു കഴിഞ്ഞു. അതിർത്തിയിലൊരു യുദ്ധസമാനമായ ഒരു അവസ്ഥ എന്നാണ് വരുന്ന മാധ്യമത്തിൽ റിപ്പോർട്ടുകൾ. നമ്മൾ നേരിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ യുദ്ധം കുതിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. കാര്യം നേരത്തെ പറഞ്ഞ 10 ലക്ഷവും 1 കോടിയും തമ്മിൽ 10 ഇരട്ടി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ആൾറെഡി ദുർബലമായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക ഘടന ആകെ തകരും. അപ്പോൾ ഇവർ അങ്ങോട്ട് വരാതിരിക്കണമെങ്കിൽ അവിടെ വേറൊരു പ്രക്ഷോഭം ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. ആ പ്രക്ഷോഭമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്ലാതെ പെട്ടെന്ന് അവർക്കൊരു ഇന്ത്യ വിരുദ്ധത പൊട്ടിമുളച്ചൊന്നുമല്ല. ഈ ഹാദിയുടെ മാത്രം ഒരു കൊലപാതകവും മാത്രം ഒരു വിഷയവുമല്ല. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കേണ്ടത് ഈ ദുർഭഗ ഗവൺമെൻറ്റിൻ്റെ ഒരാവശ്യമാണ്. ഇതൊരു എന്താ പറയുന്ന ഒരു ആശാസ്യമല്ലാത്തൊരു സന്തതിയാണ് ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. അത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്തതുമല്ല. അവർക്ക് ആരെടുത്താണ് ഉത്തരവാദിത്വം? ജനങ്ങളോട് ഉത്തരവാദിത്വമില്ല, സൈന്യത്തിനോട് ഉത്തരവാദിത്വമില്ല. സൈന്യം ഇപ്പോഴും ഇന്ത്യൻ പക്ഷത്താണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് അവർക്ക് സൈന്യത്തെ പോലും, അവിടുത്തെ ഗവൺമെൻറ്റിന് ഈ സൈന്യത്തെ പോലും ഇതുവരെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു വളരെ കോംപ്ലക്സ് ഒരു അവസ്ഥ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഇന്നലെ കണ്ടത് ആ മരിച്ചുപോയ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഹാദിക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ അംബാസഡർ ചരമഗീതം എഴുതിയിരിക്കുകയാണ്. മരിച്ച ഇന്ത്യക്കാരന് കുഴപ്പമൊന്നുമില്ല, അവിടെ ഈ മരിച്ച ഇത്രയും പേർക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ ഇസ്കോണിൻ്റെ സന്യാസിമാരെ അകത്താക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സന്യാസിക്ക് അപ്പം ഇത് ഇളക്കി വിടുന്നത്, ഇവരെ ഇൻസൈറ്റ് ചെയ്യിക്കുന്നത് അമേരിക്കയാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല.
അപ്പോൾ ഇവിടെ അമേരിക്ക നമുക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചൈന നമുക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ നമുക്കെതിരായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ത്യക്കെതിരെയുള്ള എല്ലാ ശക്തികളുടെയും കുന്തമുനയായിട്ട് ബംഗ്ലാദേശ് മാറിയിരിക്കുമ്പോൾ ഇന്ത്യ യുദ്ധത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നു.